നമസ്കാരം. സോഷ്യൽ മീഡിയയിലൂടെയായി തന്റെ കാര്യങ്ങളെല്ലാം പങ്കുവെക്കുന്നുണ്ട് രേണുസുതി. തനിക്ക് ക്യാൻസർ ആണെന്ന് അടുത്തിടെയായിരുന്നു രേണുസുതി തുറന്നു പറഞ്ഞത്. 15ാമത്തെ വയസ്സിൽ വലിയൊരു മുഴ വന്നതാണ്. വേദനയൊന്നും അന്ന് ഇല്ലായിരുന്നതിനാൽ അത്ര കാര്യമാക്കിയിരുന്നില്ല. ഇടയ്ക്ക് പരിശോധിച്ചപ്പോഴാണ് ഭാവിയിൽ ഇത് ക്യാൻസറായി വന്നേക്കാമെന്ന് പറഞ്ഞത്. അന്ന് സർജറിയൊക്കെ പേടിയായിരുന്നു. അടുത്തിടെ ആ മുഴയുടെ ഷേപ്പിലൊരു മാറ്റം കണ്ടപ്പോഴാണ് വീണ്ടും ഡോക്ടറെ കണ്ടത്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ക്യാൻസർ ആണെന്നുള്ളത് കണ്ടുപിടിച്ചത്. 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തിയെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയായി രേണു വിവരങ്ങളെല്ലാം പങ്കുവെക്കുന്നുണ്ട്. കീമോയ്ക്ക് മുൻപായി പിക് ലൈൻ ഇട്ടതിനെ കുറിച്ചും നേരത്തെ രേണുസുതി തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ രേണുസുതിയുടെ ക്യാൻസർ ചികിത്സയെക്കുറിച്ചുള്ള വിവരങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സഹോദരി രമ്യ. കോട്ടയം മെഡിക്കൽ കോളേജ് രേണുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ തങ്ങളെ അറിയിച്ച കീമോതെറാപ്പിയുടേത് അടക്കമുള്ള പ്രധാന വിവരങ്ങളാണ് രേണുവിന്റെ യൂട്യൂബ് ചാനലിലൂടെ സഹോദരി അറിയിച്ചിരിക്കുന്നത്. ഇന്നലെയായിരുന്നു രേണുസുതിയുടെ കീമോതെറാപ്പി ആരംഭിച്ചത്. അതിനായി മെഡിക്കൽ കോളേജിലേക്കുള്ള കാർ യാത്രയ്ക്കിടെ ചിത്രീകരിച്ച വീഡിയോ ഇന്നലെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിരുന്നു. രേണുവും ഇപ്പോഴത്തെ തന്റെ മാനസികാവസ്ഥയെക്കുറിച്ചും രോഗത്തെ ധൈര്യപൂർവ്വം നേരിടുന്നതിനെ കുറിച്ചുമെല്ലാം തുറന്നു പറയുന്നുണ്ട്. എന്റെ ആദ്യ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കുറെ കീമോ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്നോട് പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ട് എന്റെ ചേച്ചിയോടും ചേട്ടാപ്പിയോടും ആണ് ഡോക്ടർ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അവർ എന്നോട് ഇതുവരെയും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ എനിക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഞാൻ അറിഞ്ഞത് വെച്ച് എന്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. പക്ഷെ എങ്കിൽ പോലും പേടിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇവിടെ ഒരു മുഴ വന്നല്ലോ, അയ്യോ എനിക്ക് പേടിയാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു മാതൃകയാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും അവർ പറയുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ട്. നിങ്ങൾക്ക് ആ ഒരു മുഴ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വന്ന് കാണിക്കുക, പരിശോധിക്കുക, തുടർ ചികിത്സ നേടുക. അല്ലാതെ അത് വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് എന്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നും രേണുസുതി പറയുന്നുണ്ട്. ഇന്നലെ തന്നെ ഒരുപാട് പേർ എനിക്ക് വേണ്ടി വഴിപാട് കഴിപ്പിച്ചിരുന്നു. നാളെ മകമാണ്. ചിങ്ങമാസത്തിലെ മകത്തിലാണ് ഞാൻ ജനിച്ചത്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കീമോയുടെ എഫക്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അഹങ്കാരിയായിരിക്കാം, ഞാൻ അങ്ങനെയായിരിക്കാം എന്നൊക്കെ പറയുന്ന കമന്റുകൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഋതപ്പനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവന് നല്ല വിഷമമുണ്ട്. ഫസ്റ്റ് കീമോയാണ്. ഒരുപാട് പൈസയാകും കേട്ടോ, ലക്ഷങ്ങളാകും എന്ന മരുന്നിനൊക്കെ. പുറത്തു നിന്നുള്ള മരുന്നുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആരോടും പിരിവ് എടുക്കുകയല്ല. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. നിങ്ങൾ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്റെ സബ്സ്ക്രൈബേഴ്സ് പോവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ തിരിച്ചു വരും. എന്റെ ചേച്ചി ജോലി രാജിവെച്ചു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഇപ്പോൾ. ചേച്ചി എന്നെ നോക്കാൻ വേണ്ടിയാണ് ജോലി നിർത്തി റിസൈൻ ചെയ്തത്. രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും എന്നെ നോക്കണമെന്ന് ഡോക്ടർ എടുത്തു പറഞ്ഞിരുന്നു. എന്റെ ചേച്ചിയോടും ചേട്ടനോടും എന്താണ് ഡോക്ടർ പറഞ്ഞതെന്ന് ഇപ്പോഴും എനിക്ക് അറിയില്ലെന്നും രേണുസുതി വ്യക്തമാക്കുന്നുണ്ട്. ചിലപ്പോൾ സീരിയസ് ആയിരിക്കും. എനിക്ക് ഒന്നും അറിയില്ല. ഒന്നും അറിയാതെയാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് അതിലൂടെ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ രോഗത്തിനുള്ള മരുന്നുകളൊക്കെ മേടിക്കാൻ പറ്റുകയുള്ളൂ. ബിഗ് ബോസിലുള്ള മിക്കവരും എന്നെ വിളിച്ചു സംസാരിച്ചിരുന്നു. പിന്നെ ഒരുപാട് സെലിബ്രിറ്റികളും വിളിക്കുന്നുണ്ട്. എത്ര വർഷം ഞാൻ പോകും എന്ന് എനിക്കറിയില്ല. എത്ര വർഷം പോയാലും എന്റെ ഋതപ്പിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവന്റെ അമ്മ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നും രേണുസുതി അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ ഡോക്ടർമാർ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. ഇന്നാണ് ആദ്യ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ആഴ്ച കൂടുമ്പോൾ ഒരു കീമോ വെച്ച് അങ്ങനെ 6 എണ്ണമാണ് മൊത്തമുള്ളത്. ഈ 6 കീമോ കഴിഞ്ഞിട്ട് പിന്നെ സർജറി ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരോടും പ്രാർത്ഥന ഉണ്ടാകണമെന്നും രേണുസുതി പറയുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് അവൾക്ക് ഇതുവരെയും പോകാനുള്ള ധൈര്യം കൊടുത്തതെന്നും മുന്നോട്ട് എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും രേണുസുതിയുടെ ചേച്ചിയും പറയുന്നുണ്ട്. ക്യാൻസർ ബാധിതയായ രേണുസുതിക്ക് വേണ്ടി നിരവധി പേരാണ് ഇന്ന് പ്രാർത്ഥനകളുമായി ഉള്ളത്. പെട്ടെന്ന് വന്ന ഈ വാർത്ത ഏവരെയും ഞെട്ടിച്ചതായിരുന്നു. ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായിരുന്നതിനാൽ തന്നെ രേണുവിന് വന്ന ഈ വിഷമഘട്ടം ഞങ്ങളെ ഏവരെയും അലട്ടിയെന്ന് പ്രേക്ഷകരും പറഞ്ഞിരുന്നു. ഇതിനിടെ തന്റെ ചികിത്സയെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയും ചെയ്തിരുന്നു രേണുസുതി. കീമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പിക് ലൈനാണ് ഇതെന്നും ഈ ലൈൻ ഇങ്ങനെ വന്ന് നമ്മുടെ ഹാർട്ടിന്റെ ധമനിയിലേക്കാണ് കിടക്കുന്നതെന്നും രേണുസുതി വ്യക്തമാക്കിയിരുന്നു.
അസ്വസ്ഥതകളും ബ്ലീഡിങ്ങും വേദനയും എനിക്കുണ്ട്. ഞാൻ കുഞ്ഞിലെ മുതലേ ദൈവവിശ്വാസിയാണ്. പ്രാർത്ഥനയുമായി നടന്ന ആളാണ് ഞാൻ. കുറെ നാളായി തിരക്ക് മൂലം ഓടി നടക്കുകയായിരുന്നു. രോഗശയ്യയിലായപ്പോഴാണ് ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ വ്യത്യാസമില്ലാതെ ഒരുപാട് പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. ജീവിതത്തിലെ ഏറ്റവും ആശ്വാസപ്രദമായ കാര്യം അതാണെന്നും രേണുസുതി വ്യക്തമാക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ നടക്കട്ടെ. കുറച്ച് ദിവസങ്ങളായി എനിക്ക് ഉറക്കം കുറവാണെന്നും രേണുസുതി പറയുന്നുണ്ട്. ചുറ്റുമുള്ള ഒരുപാട് പേർ എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ പതറാതെ നിന്നു. ഇപ്പോഴും ഞാൻ പതറുന്നില്ല. ആദരാഞ്ജലി പോസ്റ്റ് ഇടുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ വെച്ച് ഞാൻ ശവപ്പെട്ടിയിൽ കിടക്കുന്ന ഫോട്ടോയും വരും. അവരോടൊക്കെ ദൈവം ക്ഷമിക്കട്ടെ. അവരുടെ വീട്ടിലൊന്നും ഇങ്ങനെ വരുത് എന്ന് മാത്രമാണ് പറയുന്നതെന്നും രേണുസുതി പറയുന്നുണ്ട്. ആ പോസ്റ്റ് ഇടുന്നവനോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം അവൻ അവന്റെ റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ആരും ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ചോ മരിച്ചു പോകുന്നതിനെ കുറിച്ചോ പറയരുത്. മരണം ദുഃഖകരമായ സംഭവമാണ്. ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കടന്നു വരരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മരണമെന്നും രേണുസുതി പറയുന്നുണ്ട്. ഇപ്പോഴിതാ ആദ്യ കീമോ കഴിഞ്ഞു എന്നുള്ള വിവരമാണ് പുതിയ പോസ്റ്റിലൂടെ രേണുസുതി പങ്കുവച്ചിരിക്കുന്നത്. ഫസ്റ്റ് കീമോ കഴിഞ്ഞു, ചേച്ചി ഫുഡ് തരുന്നു, എനിക്ക് വയ്യ, നല്ല ക്ഷീണവും ശരീരവേദനയുമുണ്ട്, പ്രാർത്ഥിക്കണമെന്നായിരുന്നു രേണുസുതി കുറിച്ചത്. രേണുവിനൊപ്പം ഇരുന്ന ഫുഡ് വാരിക്കൊടുക്കുന്ന ചേച്ചിയെയും വീഡിയോയിൽ കാണാനാകും. തുടക്കം മുതൽ എല്ലാത്തിനും ചേച്ചി കൂടെയുണ്ട്. ആശുപത്രിയിലുള്ള യാത്രകളിലും വീട്ടിലെല്ലാം ചേച്ചി കൂടെയുണ്ടെന്നും രേണുസുതി വ്യക്തമാക്കിയിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയായി പങ്കുവച്ച വീഡിയോ ഇതിനകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു. ഇത് ആഘോഷമാക്കരുത്. ഒത്തിരി രോഗം വന്നവർ ഇപ്പോഴും ആരും അറിയാതെ ജീവിക്കുന്നുണ്ട്. സാരമില്ല രേണു, എല്ലാം പെട്ടെന്ന് ശരിയാവും. ദൈവം കൂട്ടിനുണ്ടാകും. ഞങ്ങളുടെ പ്രാർത്ഥനയും കൂടെയുണ്ട്. ഇതൊന്നും കാണുവാനുള്ള ശക്തിയില്ല. ഇത്രയും പെട്ടെന്ന് എല്ലാം ഭേദമാവട്ടെ എന്നും ഈ സമയത്ത് പറയാൻ പാടില്ല. എന്നാലും എന്തൊരു അഹങ്കാരമായിരുന്നു നേരത്തെ. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ, ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല തുടങ്ങിയ കമന്റുകളും പോസ്റ്റിന് താഴെയായി വരുന്നുണ്ട്. ഇതിനകം തന്നെ RIP പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അസുഖം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. ഇങ്ങനെയൊന്നും ആരോടും പറയരുതെന്നും രേണുസുതി പറയുന്നുണ്ട്. ഇനി കീമോയൊക്കെ തുടങ്ങിയാൽ മുടിയൊക്കെ പോകുമായിരിക്കും. പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ചെയ്യും. ബ്ലോഗ് ഇട്ടാണെങ്കിലും കാര്യങ്ങളൊക്കെ പറയും. എല്ലാത്തിനും കൂടെ വരുന്നത് ചേച്ചിയാണ്. നേഴ്സായ ചേച്ചിയാണ് ഇപ്പോൾ കൂടെയുള്ളത്. അവധിയൊക്കെ എടുത്ത് എന്റെ കൂടെ വരുന്നത് ചേച്ചിയാണെന്നും ഞാൻ കള്ളം പറയുകയാണെന്നുള്ള കമന്റുകളൊക്കെ കണ്ടിരുന്നെന്നും ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? ആദ്യം വന്നത് മാറിലാണ്, ഇപ്പോൾ അത് മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. എന്റെ മാനേജറായ കരിഷ്മയാണ് ചേച്ചിയോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്. എന്റെ മനസ്സിലെ വേദന ഞാൻ കരഞ്ഞു കാണിക്കുന്നതല്ല. നമ്മുടെ ശരീരത്തിൽ എന്ത് അസുഖം വന്നാലും തളരാതെ നിൽക്കുക. വേദനകളൊക്കെ വരും, അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് നല്ലത്. ഞാൻ നിൽക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെ പോവുകയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരും അറിയരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും രേണുസുതി പറഞ്ഞിരുന്നു. അന്ന് മുഴ കണ്ടെത്തിയപ്പോൾ ചേച്ചി കൂടെ ഉണ്ടായിരുന്നില്ല, ഹൈദരാബാദിലായിരുന്നു. മുഴ ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് അന്നേ പറഞ്ഞതായിരുന്നു. ഞാനത് വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോഴും പറയാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. കരിഷ്മയാണ് പറഞ്ഞതെന്നും രേണുസുതി പറയുന്നുണ്ട്.